അപ്പം ഞാനിന്ന് പറമ്പിലോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. പറമ്പിൽ കുറച്ച് വാഴയിലയൊക്കെ കരിഞ്ഞ് നിൽപ്പുണ്ട്. അതൊന്ന് വെട്ടിയെടുത്തിട്ട് നമുക്ക് കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കുറച്ചെണ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളത്തിലൊന്ന് കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നമുക്കത് പെട്ടെന്ന് കീറിപ്പോകാതെ നമുക്കൊന്ന് കിട്ടും അത്. അപ്പം ഇത് എടുത്തിട്ടൊന്ന് വലിയ വെള്ളം ഒന്ന് തുടച്ച് കളയുന്നുണ്ട്. എന്ന് വെച്ചാൽ മൊത്തം വെള്ളമൊന്നും നമ്മൾ കളയുന്നില്ല. വെള്ളം കൂടെ നിന്ന് നമ്മൾ ചെയ്യുമ്പോഴേ അതിനൊരിതുള്ളൂ. പക്ഷേ ഞാനത് വലിയ വെള്ളം ചോർന്ന് ആ ഒരു പരുവം മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി പിന്നെ ന്യൂസ് പേപ്പർ സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ നമ്മൾ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അത് കാരണം ഞാൻ കാണിക്കാത്തത്. ഇത് ഞാനൊരു ഫുൾ പേപ്പർ എടുത്തിട്ട് ഞാൻ സ്റ്റിക്ക് ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മുടെ വാഴയില ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിനി. നമുക്ക് ആ ഒരു ചുളുങ്ങിയ പോലത്തെ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടി. അത് വെച്ച് നമുക്ക് ഒരു ഫ്ലവർ ഷേപ്പിൽ നമ്മളൊന്ന് ചുറ്റി ചുറ്റി കൊടുക്കുകയാണ്. ഇതളുകൾ പോലെ നൂലിട്ടിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഒരു വലുപ്പത്തിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതുപോലെ ഒരു ഫ്ലവറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമുക്ക് ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഞാൻ ബ്ലാക്ക് കളറിലെ ടേപ്പാണ് ചുറ്റി കൊടുക്കുന്നത്. ഞാൻ പിന്നെ കളറൊന്നും ചെയ്യുന്നില്ല. കളർ ചെയ്യണമെങ്കിൽ നമുക്ക് സ്പ്രേ പെയിൻറ് ചെയ്തൊന്ന് കളറ് ചെയ്യാം. നമുക്ക് ഫ്ലവേഴ്സിനൊക്കെ ഗോൾഡൻ കളറൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഈ പൂച്ചച്ചെടി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ ഇലത് പച്ച ഇങ്ങനെ ഇരിക്കും. അപ്പം ഇങ്ങനൊരു കായുണ്ട്. നമ്മൾ ഈ കായ ഇത് നമ്മൾ പറിച്ചെടുക്കുകയാണ്. ഇത് പറിച്ചെടുത്തിട്ട് നമുക്ക് അങ്ങനെ പറിച്ചെടുത്തു കണ്ട് ഇവിടെ കണ്ട് ഇത് കൊലയായിട്ട് നിൽക്കുകയാണ്. നമ്മളിത് പറിച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി ഉണങ്ങിയ ഒരു കായാണ്. ഇച്ചിരിയും കൂടെ പച്ചയ്ക്കാണെങ്കിൽ നമുക്കിതിനൊരു ഹോള് ഓട്ടോമാറ്റിക് കിട്ടും. ഇത് ഇച്ചിരി ഉണങ്ങിയോണ്ട് അത്രയ്ക്ക് കിട്ടുന്നില്ല. ഇത് ഇടുക്കി ഭാഗത്തൊക്കെ ഉള്ളതാണ്. ഞങ്ങളുടെ പള്ളിയിലെ ഒരു ചേട്ടൻ ഇടുക്കി ഭാഗത്തുള്ള ചേട്ടനൊന്നും കൊണ്ട് ഇവിടെ നട്ടൊരു ചെടിയാണ്. അപ്പം ആ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാനിത് അറിഞ്ഞത്. അപ്പം ഇത് ഞാൻ വീഡിയോ എടുത്തിട്ട് നമ്മൾ ഏകദേശം ഒരു വർഷം ആയിരുന്നു പറിച്ചതൊക്കെ. പക്ഷേ ഇപ്പോഴാണ് ഞാനിത് എടുത്തത്. ഇത് ശരിക്കും ഞാൻ അന്ന് പൂച്ചക്ക എന്ന് പറഞ്ഞാണ് പറിച്ചത്. പൂച്ചക്കായാണ്. പക്ഷേ ഇതിനെ സത്യം പറഞ്ഞാൽ നമ്മൾ നെറ്റിലൊക്കെ നോക്കിയപ്പോഴാണ് ഇത്രയും വാല്യൂ ഉള്ള സാധനമെന്ന് മനസ്സിലായത്. നമ്മുടെ വൈജയന്തി ബീഡ്സാണിത്. വൈജയന്തി മുത്തുകൾ എന്ന് പറഞ്ഞാൽ അതാണ്. അത് വെച്ച് നമ്മൾ മാലയൊക്കെ ഉണ്ടാക്കി ഒരു നല്ലൊരു റേറ്റിനൊക്കെ പോകുന്ന സാധനമാണ്. ഞാൻ പറഞ്ഞല്ലോ നാച്ചുറലി ഹോള് വരുമെന്ന്. അപ്പോൾ അതിങ്ങനെയാണ്. നമ്മൾ ഈ ഒരു സാധനം ഇതിൻ്റെ അകത്തുനിന്ന് നാര് പോലെ ഉള്ളത് പറിച്ചെടുത്ത് കളഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ഒരു ഹോള് വരുവാണ്. നമുക്കിത് പിന്നെ കോർത്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഇത് കയറിപ്പൊക്കോളും. കണ്ടോ? ഇതുപോലെ ഇതിങ്ങനെ കയറിപ്പൊക്കോളും. ഹോളാണ് കേട്ടോ. നല്ല മുത്ത് പോലെ തന്നെ നമ്മുടെ സാധാരണ ബീഡ്സ് പോലെ ഇത് കയറി നാച്ചുറലായിട്ട് ഹോള് കൊണ്ടോളും. അതാണ് ഞാൻ ഒന്ന് കോർത്ത് കൊടുക്കുകയാണ്. അപ്പം ഇതുപോലെ നമ്മൾ കോർത്തെടുക്കുന്നത്. ഞാനിത് രണ്ടും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു പോട്ടിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കിട്ടും. നമുക്ക് ഗോൾഡൻ കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനൊരു നാച്ചുറൽ കളറിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ഫുള്ളും വേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം കൊണ്ട് നമ്മളൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നു. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരാം. Bye.